ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. മേഘനാഥന്റെ അരികിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന രാധ മുരളിയുടെ അരികിൽ എത്തുകയും മുരളിയെ കൂട്ടി തന്നെ വേണു പറഞ്ഞ ആ വക്കീലിന്റെ അരികിൽ പോയി ഫയല് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മുരളി രാധയോട് ഈ ടെൻഷന്റെയും വെപ്രാളത്തിന്റെയും കാര്യം അന്വേഷിക്കുന്നു. എന്നാൽ രാധ ഒന്നും പറയുന്നില്ല. പിന്നെ ആ ഫയലിൽ എന്താണ്, ഇതാരാണ് എന്നൊക്കെ മുരളി ചോദിക്കുന്നുണ്ടെങ്കിലും രാധ ഒന്നും മറുപടി പറയുന്നില്ല. ഒന്നും മിണ്ടാതെ വീണ്ടും ഓട്ടോയിലേക്ക് കയറുകയാണ്. ചില സംശയങ്ങൾ മുരളിക്ക് തോന്നുന്നുണ്ട്. ശേഷം മുരളി രാധയും കൊണ്ട് ഓട്ടോയിൽ പോകുന്നു. ഇതേ സമയം കൃഷ്ണന്റെ വീട്ടിൽ ഉമ്മറത്തിരുന്ന് കട്ടൻ ചായ കുടിക്കുകയാണ് ആര്യ. ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട്. ഹരി അവിടേക്ക് വന്നു. ആര്യ തമ്പുരാട്ടി ഇവിടെ എന്തെടുക്കുവാണാവോ എന്ന് ഹരി ചോദിച്ചപ്പോൾ തമാശ രൂപത്തിൽ ആര്യ പറയുന്നുണ്ട്, ഞാനിവിടെ ഫുട്ബോൾ കളിക്കാണ്. എന്താ കൂടുന്നുണ്ടോ? ഓ, കട്ടൻ കുടിക്കാണല്ലേ എന്ന് ഹരി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നുണ്ട്, മനസ്സിലായല്ലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? എന്താ വെറും കട്ടൻ, ഇവിടെ പാലില്ലായിരുന്നോ എന്ന് ഹരി പറഞ്ഞതും, ഉണ്ടാവും, പക്ഷേ എനിക്ക് കട്ടനാ ഇഷ്ടം. ലേശം ഏലക്ക പൊടിയൊക്കെ ചേർത്ത് ഇങ്ങനെ ചൂടോടെ കുടിക്കാൻ എന്താ സുഖമെന്നറിയോ എന്ന് ആര്യ പറഞ്ഞപ്പോൾ അത് മണത്ത് നോക്കുകയാണ് ഹരി. ഒരു കാപ്പി കുടിച്ചാൽ കൊള്ളാന്നുണ്ടോ എന്ന് ആര്യ പറഞ്ഞപ്പോൾ, അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ ഒരു പരുങ്ങലോടെ ഹരി ഇരുന്നപ്പോൾ ആര്യ പറയുന്നുണ്ട്, തന്നെ എടുത്ത് കുടിച്ചാൽ മതിയെന്ന്. ഇനിയിപ്പോ ഉണ്ടാക്കാനും മെനക്കെടാനും എനിക്ക് വയ്യ, നീ കുടിച്ചതിന്റെ ബാക്കി എങ്ങുതാ എന്ന് പറഞ്ഞ് ആര്യയുടെ കയ്യിലിരുന്ന ആ കട്ടൻ വാങ്ങിക്കാൻ ശ്രമിക്കുകയാണ് ഹരി. എന്നാൽ ആര്യ പറയുന്നുണ്ട്, പിന്നെ എന്റെ എച്ചിന് തരാനല്ലേ, നല്ല കാര്യായി, ഞാൻ ഒരു കപ്പ് കാപ്പി കൂടി ഉണ്ടാക്കിക്കൊണ്ടുവരാം, ഇവിടെ ഇരുന്നാ മതി. എന്നാൽ ആര്യയുടെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് ഹരി. ഇത് തന്നാ മതി, വേറെ ഉണ്ടാക്കണ്ടെന്നേ. അങ്ങനെ രണ്ടും കൂടി ആ കട്ടൻ അടികൂടുന്നു. പുഷ്പൻ അവിടേക്ക് വന്നു. ഇത് പുഷ്പം കാണുന്നുണ്ട്. ഡാ, എന്താടാ ഇവിടെ നടക്കുന്നത് എന്നെ പുഷ്പൻ ചോദിച്ചതും രണ്ടുപേരും കൂടി ചാടി എണീക്കുന്നു. പുഷ്പൻ ചേട്ടന് അത് ഇതുവരെ മനസ്സിലായില്ലേ? ഞങ്ങൾ രണ്ടുപേരും കടുത്ത പ്രേമത്തിലാ അല്ലേ ആര്യ എന്ന് ഹരി പറഞ്ഞതും ആര്യ പറയുന്നു, ആ എനിക്കൊന്നും അറിയത്തില്ല. പുഷ്പൻ പറയുന്നു, ആ എനിക്കൊന്നും അറിയത്തില്ല, ബെസ്റ്റ്. ആത്മാർത്ഥ പ്രണയം ഇങ്ങനെയാണ് മിസ്റ്റർ പുഷ്പൻ. അതിന് അറിവും കണ്ണും മൂക്കും ഒന്നും ഉണ്ടാവില്ല. കാറ്റ് പോലെ പൂമണം പോലെ ഒരു അനുഭവം മാത്രമേ ഉണ്ടാവൂ. അതാണ് ട്രൂ ലവ് എന്ന് ഹരി പറഞ്ഞതും പുഷ്പൻ പറയുന്നു, ആ മതി മതി, ഇവിടെ 2 കല്യാണം കഴിഞ്ഞു. ഇവിടെ 2 കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കാറ്റ് പോലും അറിഞ്ഞത്. നിങ്ങളും അതിനാണോ ഒരുങ്ങുന്നതെന്നാ എനിക്കും അറിയേണ്ടത്. ഹരി പറയുന്നു, പുഷ്പൻ ചേട്ടാ, അങ്ങനെ ഭയപ്പെടണ്ട, അങ്ങനെ നടക്കില്ല. ഞങ്ങൾ ബന്ധുക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നവരാണ്. തന്നിഷ്ടം പോലെ വിവാഹം കഴിക്കണമെന്നില്ല. അവരുടെ അനുഗ്രഹത്തോടെ മാത്രമേ ഞങ്ങൾ വിവാഹം കഴിക്കൂ, അല്ലേ ആര്യേ? അത് കറക്റ്റ് ആണെന്ന് ആര്യ. കൊച്ചി പറഞ്ഞ ഓക്കെ, പക്ഷേ എനിക്ക് ഇവനെ അത്ര വിശ്വാസമില്ല. തൽക്കാലം 2 എണ്ണവും അല്പം ഡിസ്റ്റൻസ് ഇട്ട് പെരുമാറിയാൽ മതി, കേട്ടല്ലോ? അങ്ങോട്ട് എന്ന് പറഞ്ഞ ഹരിയെ പുഷ്പൻ പറഞ്ഞു വിടുന്നുണ്ട്. പുഷ്പൻ ചേട്ടൻ പോ അങ്ങോട്ട്, ഞങ്ങൾ എന്തിനാ വെറുതെ ശല്യപ്പെടുത്തുന്നത് എന്ന് ഹരി പറയുന്നുണ്ട്. ആ സമയമാണ് മുരളിയുടെ ഓട്ടോ അവിടെ വന്നത്. കൂടെ രാധയുമുണ്ട്. കൊച്ചേട്ടൻ എസ്കേപ്പ് എന്ന് പറഞ്ഞ് ഹരി അങ്ങോട്ട് പോകുന്നു. ആര്യ അകത്തേക്ക് ഓടിക്കയറി പോകുന്നുണ്ട്. ടെൻഷനോടെ രാധ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. എന്താ മോളെ, എന്ത് പറ്റി, നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്നൊക്കെ പുഷ്പൻ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ രാധ അകത്തേക്ക് കയറി ഓടുന്നു. ഫയൽ അവിടെ വെച്ചതിന് ശേഷം കിച്ചണിലേക്ക് ഓടുകയാണ് രാധ. ഈ സമയം പുഷ്പൻ മുരളിയോട് കാര്യം അന്വേഷിക്കുന്നുണ്ട്. എന്ത് പറ്റി അഞ്ജലിക്കെന്ന് അറിയില്ല, ചോദിച്ചിട്ട് ഒന്നും വിട്ട് പറയുന്നില്ല. വണ്ടി എന്തോ ആക്സിഡന്റ് പറ്റി വഴിയിലാണെന്ന് തോന്നുന്നു. പുഷ്പൻ ചേട്ടൻ കേറ്, നമുക്ക് പോയി എടുത്തോണ്ട് വരാം എന്ന് മുരളി പറഞ്ഞതും പുഷ്പൻ വണ്ടിയിലേക്ക് കയറുന്നു. അങ്ങനെ അവര് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം കിച്ചണിൽ നിൽക്കുകയായിരുന്നു സീതമ്മ. അവിടേക്ക് രാധ ഓടി വന്ന് സീതമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. സീതമ്മ കാര്യം അന്വേഷിക്കുന്നുണ്ട്. എന്താ, എന്ത് പറ്റി അഞ്ജലി, എന്താ നീ എന്തിനാ കരയുന്നത് എന്നൊക്കെ. ആ മേഘനാഥൻ, അയാൾ എന്നെ റോഡിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് രാധ സീതമ്മയോട് പറയുന്നുണ്ട്. എന്റെ പിന്നാലെ ഓടി എന്നെ ഓടിച്ച് തള്ളിയിട്ടു. രക്ഷപ്പെടാൻ വേറൊരു വഴിയും കാണാതെ വന്നപ്പോ ഞാൻ അയാളുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ടിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതെല്ലാം കേട്ടിട്ട് സീതമ്മ പറയുന്നുണ്ട്, എന്തൊരു അതിക്രമമാണെന്ന് നോക്കിയേ, ഈ നാട്ടില് നീതി ന്യായം ഒന്നും ഇല്ലാണ്ടായോ? കരഞ്ഞുകൊണ്ട് വീണ്ടും രാധ പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു സീതമ്മേ, അയാൾ എന്നെ പിടിക്കുമെന്ന് ഉറപ്പാണ്. പിന്നെ എന്ത് സംഭവിക്കുന്ന എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. ആരതിയുടെ കാര്യത്തിൽ എനിക്ക് ആശങ്കയില്ല. അവൾ നിരസിച്ചാലും മുരളി അവളെ കൈവിട്ട് കളയില്ല. പക്ഷെ ആരുടെയും അച്ചുവിന്റെയും കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് വയ്യ ഓരോന്നോർത്ത്. ഇത് കേട്ട് സീതമ്മ പറയുന്നു, ഇല്ല കുട്ടി, എനിക്ക് തോന്നുന്നത് നീ ഇനി ആരെയും ഭയപ്പെടേണ്ടതില്ലെന്നാ. കാരണം ഇനിയിപ്പോ നിങ്ങൾ ആരോരുമില്ലാത്തവരല്ല. ശക്തരായ 3 പുരുഷന്മാരുടെ തണലുണ്ട് നിങ്ങൾക്കിവിടെ. ആ 3 ആൺകുട്ടികളും കൂടി ഒരുമിച്ചിറങ്ങി നിന്നാൽ ഒരു മേഘനാഥനും നിന്റെ രോമത്തിൽ പോലും തൊടാനാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പെട്ടെന്ന് കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം രാധ ആലോചിക്കുന്നുണ്ട്. അഞ്ജലി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. ഇനിയും കാര്യങ്ങളെല്ലാം ഇതുപോലെ ഒളിച്ചു വെക്കാതെ എല്ലാം നീ പ്രസാദിനോട് തുറന്നു പറയണം. സാർ ആലോചിച്ച് ഒരു പരിഹാരം കാണട്ടെ. അല്ലെങ്കിൽ തന്നെ എന്നും ഇങ്ങനെ മേഘനാഥനെ ഭയന്ന് ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ.
ഇനി പ്രസാദ് ഉണ്ട് നിന്റെ ജീവിതത്തിൽ, പ്രസാദേ ഉള്ളൂ കൂടെ നിൽക്കാൻ. എന്ത് വേണമെന്ന് നീ തന്നെ ആലോചിക്ക് എന്ന് പറഞ്ഞ് സീതമ്മ പോകുന്നു. രാധ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ. രാധയാണെങ്കിൽ തന്റെ കയ്യിൽ നോക്കുന്നു. ശേഷം കാണിക്കുന്നത് മേഘനാഥൻ വീട്ടിലേക്ക് വരികയാണ്. രാത്രിയായിരിക്കുന്നു. മേഘനാഥനാണെങ്കിൽ കുടിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലാണ് വരുന്നത്. മണിച്ചൻ പുറത്തേക്ക് ഇറങ്ങി വന്നു വീടിന്. സാറ് നല്ല സാറാണ്. ചോര പോയി അമ്മ കയ്യും കെട്ടി കാറിനകത്തിരിക്കുമ്പോൾ ഏതോ ഒരു പെണ്ണിന്റെ പിറകെ ഓടിയിരിക്കുന്നു. പിന്നെ ഒരുപാട് പാടുപെട്ട ഒരു ടാക്സി വിളിച്ച് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അത് കേട്ട് മേഘനാഥൻ ദേഷ്യത്തോടെ പറയുന്നു, നിർത്തടാ നിന്റെ കുറ്റപ്പെടുത്തല്. വളരെ ദേഷ്യത്തോടെ അവിടെ ഇരുന്ന ഒരു ഫ്ലവർ ബോട്ടിൽ എടുത്ത് പൊട്ടിക്കുകയാണ്. ഭവാനിയും അവിടേക്ക് ഓടി വന്നു. മനുഷ്യൻ ഇവിടെ ചങ്കുപൊട്ടി നിൽക്കുമ്പോഴാ അവന്റെ ഒരു പുരാണം പറച്ചില്. കരഞ്ഞുകൊണ്ട് പറയുന്നു, എത്ര നാളായിട്ട് ഞാൻ കാത്തിരുന്ന ഒരു നിമിഷം എന്റെ കൺമുന്നിൽ വന്നതെന്നറിയോ? എന്നിട്ട് എന്റെ കണ്ണിൽ മണ്ണ് വാരിയിട്ടിട്ട് അവള് കടന്നു പോയെങ്കിൽ ഞാൻ എത്ര നിർഭാഗ്യവാനാണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. രാധ എന്നോട് ചേരുന്നതിൽ നിന്ന് വിലക്കുന്ന ദുഷ്ടശക്തികൾ അവിടെയും പ്രവർത്തിച്ചതാണ്. എന്റെ ലക്ഷ്യത്തിന് വിലങ്ങ് തടിയാവുന്ന എല്ലാത്തിനെയും ഞാൻ തല്ലി തകർക്കും. മനസ്സിലായോ? മേഘനാഥൻ വല്ലാത്തൊരവസ്ഥയിലാണ്. മദ്യപിച്ച് ഇങ്ങനെ ആടിയാണ് നിന്ന് സംസാരിക്കുന്നത്. ഒടുവിൽ തളർന്ന് അവിടെ ഇരിക്കുന്നു. ഇത് അച്ചൂട്ടൻ വാതിലിന്റെ അരികിൽ വന്നു നിന്നിട്ട് അങ്കിൾ എന്ന് വിളിക്കുന്നുണ്ട്. അങ്കിൾ എന്ന് ഒന്നുകൂടി വിളിച്ചപ്പോൾ മേഘനാഥൻ കേൾക്കുന്നു. അത് കേട്ട് ചെറിയൊരു സമാധാനത്തോടെ ഭവാനിയും മണിച്ചനും നിൽക്കുന്നുണ്ട്. അങ്കിൾ എന്ന് ആ വിളി കേട്ടതും അച്യുതെന്ന് പറഞ്ഞ് മേഘനാഥൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അച്ചൂട്ടനാണെങ്കിൽ ഓടി വന്ന് മേഘനാഥന്റെ അരികിലിരിക്കുന്നു. അച്ചൂട്ടനെ കണ്ടതും മേഘനാഥനെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അച്ചൂട്ടനെ കെട്ടിപ്പിടിക്കുകയാണ് സന്തോഷത്തോടെ തന്നെ. അത് കണ്ട് ഭവാനിയും മണിച്ചനും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. അച്ചു, നിന്നെ കൊണ്ടുവരുന്ന നിന്റെ അമ്മയെ ഗ്രാൻഡായിട്ട് സ്വീകരിക്കണോന്ന് വിചാരിച്ചതാ. പക്ഷേ എല്ലാം തകിടം മറിഞ്ഞു. ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു. അതുകൊണ്ടാ അത് മിസ്സായത്. അച്ചു പറയുന്നു, അതുകൊണ്ടാണോ അങ്കിള് ദേഷ്യപ്പെട്ടിരിക്കുന്നത്? അമ്മയെ ഫോൺ വിളിച്ചാ ഇങ്ങ് വരുമല്ലോ. പിന്നെന്താ പ്രശ്നം? മേഘനാഥൻ പറയുന്നു, ഇത് പ്രശ്നം വേറെയാ മോനെ. ഒരുപാട് നാളായി ഞാൻ സ്വപ്നം കണ്ട ഒരു വിശേഷ മുഹൂർത്തം. അത് ഒരു പിടി മണ്ണിൽപ്പെട്ട് എന്റെ കൈവിട്ടു പോയി. അവൾ എന്റെ കയ്യിന്ന് വഴുതിപ്പോയി അച്ചു, വഴുതിപ്പോയി എന്ന് പറഞ്ഞ് മേഘനാഥൻ കരയുന്നു. എനിക്കതിന്റെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അച്ചു പറയുന്നു, അങ്കിള് വിഷമിക്കേണ്ട. നമ്മൾ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് എത്ര വൈകിയായാലും നമുക്കത് കിട്ടിയിരിക്കും. അങ്ങനെയാ വലിയ വലിയ ആൾക്കാരൊക്കെ പറയുന്നത്. കൊള്ളാം, ഗ്രേറ്റ് അച്യുത്, വലിയ ഫിലോസഫിയൊക്കെയാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞ് മേഘനാഥൻ കണ്ണു തുടയ്ക്കുന്നു. ഇതൊക്കെ അച്ചുവിന് ആരാ പഠിപ്പിച്ചു തരുന്നത്? അച്ചു പറയുന്നു, അത് എന്റെ അമ്മയാ. അമ്മയും ഇതുപോലെ വലിയ കാര്യങ്ങളൊക്കെ പറയും. കേൾക്കാൻ നല്ല രസമുള്ളതുകൊണ്ടാ ഞാൻ ഇതൊക്കെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നത്. സൂപ്പർമാൻ, സൂപ്പർ. അച്യുതനെ പോലെ ഒരു നല്ല കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന അമ്മയുണ്ടല്ലോ, ആ അമ്മ എല്ലാ അമ്മമാർക്കും മാതൃകയാണെന്ന് ഞാൻ പറയും. ഇനി അച്ചൂട്ടന്റെ അമ്മയെ കാണുമ്പോൾ ഇങ്ങനെ ഒരു മകനെ വളർത്തിയെടുത്തതിന്റെ സന്തോഷം ഞാൻ പറയും. ഐ ലവ് യു സോ മച്ച് എന്ന് പറഞ്ഞ് വീണ്ടും അച്ചൂട്ടനെ കെട്ടിപ്പിടിക്കുകയാണ് മേഘനാഥൻ. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണന്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഫുഡ് കഴിക്കുന്നു. കൃഷ്ണനും മുരളിയും പിന്നെ ആര്യയും ഹരിയും ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരതി എല്ലാവർക്കും വിളമ്പുന്നു. ഇവൾക്കൊരു പണി കൊടുത്താലോ എന്ന് മുരളി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ദേ അപ്പൊ ഇങ്ങടുത്തെ അല്പം കറിയും കൂടി ഇങ്ങ് തന്നേ എന്ന് മുരളി ചോദിക്കുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ചത് ആയതുകൊണ്ട് ആരതി കൊടുക്കുന്നു. പിന്നെ ഇത്തിരി വെള്ളം എടുത്തേ കുടിക്കാനെന്നും പറയുന്നു. ഇതെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ആദ്യം അടിച്ചു നിൽക്കുന്നുണ്ട് ആരതി. മനസ്സിലായില്ലേ? ആ ജഗിലിരിക്കുന്ന പാനീയം വെള്ളം എന്താണെന്ന് പോലും അറിയാത്ത കുട്ടിയാണ്. കുമ്പളങ്ങി പോലെ നിൽക്കാതെ വെള്ളം ഒഴിക്കാനാ പറഞ്ഞത് എന്ന് മുരളി വീണ്ടും പറയുന്നു. അങ്ങനെ ആരതി വെള്ളം എടുത്തു കൊടുത്തിട്ട് അവിടേക്ക് ഇരിക്കാൻ തുടങ്ങുന്നു. നീ ചാടി കയറി ഇരിക്കാതെ, ഇതൊക്കെ വിളമ്പി തരാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ? നോക്ക്, പ്രസാദ് ഏട്ടന്റെ ഇടിയപ്പം തീർന്നോ, ഹരിയുടെ വെള്ളമില്ല, ഇതൊക്കെ നോക്കിയും കണ്ടും ചെയ്ത് കൊടുത്തൂടെ നിനക്ക്? ഇതെല്ലാം കേട്ടിട്ട് കൃഷ്ണൻ പറയുന്നുണ്ട്, ഡാടാ മതി, അത് സാരമില്ല, ആരതി ഇരുന്നോട്ടെ, ഞാൻ അഞ്ജലിയെ വിളിച്ചോളാം. ആരതി പറയുന്നു, സാരമില്ല ഏട്ടാ, ഞാൻ വിളമ്പിത്തരാം. അവള് വിളമ്പി തരും ചേട്ടാ എന്ന് ആരതി. വേണ്ട, ഇരിക്കാരതി എന്ന് കൃഷ്ണൻ പറയുന്നു. അങ്ങനെ ആരതി അവിടെ ഇരിക്കുന്നുണ്ട്. അഞ്ജലി വിളിക്കുകയാണ് കൃഷ്ണൻ. രാധ അവിടേക്ക് വന്നപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നു, ഇയാള് കഴിച്ചു എന്നല്ലേ പറഞ്ഞത്? മൂളുകയാണ് രാധ. എപ്പോ? ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ എന്ന് ആര്യ പറഞ്ഞപ്പോൾ നേരത്തെ കഴിച്ചു എന്ന് രാധ. അതെന്താ തനിയിരുന്നത് എന്ന് ആര്യ പറഞ്ഞപ്പോൾ രാധ പറയുന്നുണ്ട്, വിശപ്പ് തോന്നിയപ്പോ കഴിച്ചു എന്നേ ഉള്ളൂ. അതേതായാലും നന്നായി. ആരതി ഇടയ്ക്ക് ഇപ്പോ ഇരിക്കാൻ പറ്റുമല്ലോ, ഫുഡ് വിളമ്പാൻ അഞ്ജലി ചേച്ചി ഉണ്ടല്ലോ. പ്രസാദ് ഏട്ടന് വിളമ്പി കൊടുക്കു ചേച്ചി, അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് കറി എന്ന് ആര്യ പറയുന്നു. എന്നാൽ രാധയുടെ കൈ മുറിഞ്ഞിരിക്കുകയാണ്, രണ്ട് കൈയും. വിളമ്പ് ചേച്ചി എന്ന് ആര്യ പറയുന്നുണ്ട്. ആ കൈ കൊണ്ട് ആ കറി എടുക്കാൻ സാധിക്കുന്നില്ല രാധയ്ക്ക്. കറി എടുത്തതും സ്പൂൺ താഴെ വീഴുന്നുണ്ട്. എന്ന് പറഞ്ഞ് കൈ നല്ല വേദനിക്കുന്നത് പോലെ നിൽക്കുന്നുണ്ട് രാധ. എന്താ ചേച്ചി എന്ന് ആര്യ ചോദിക്കുന്നു. എല്ലാവരും രാധയെ ശ്രദ്ധിക്കുന്നുണ്ട്.
എന്ത് പറ്റി എന്ന് ഹരി ചോദിക്കുന്നുണ്ട്. അത് കയ്യില് ചില പോറലുകള്, നല്ല നീറ്റലുണ്ട്, ഇന്ന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് രാധ പറഞ്ഞപ്പോൾ എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചേച്ചി എന്താണ് നേരത്തെ പറയാത്തത് എന്ന് ഹരി ചോദിച്ചപ്പോൾ രാധ വീണ്ടും പറയുന്നു, അത്രയ്ക്കൊന്നുമില്ല, ഇത്തിരി തൊലിപ്പോയി, അതിന്റെ നീറ്റല, സാരമില്ല, മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് രാധ. മുറിയിലേക്ക് പോയി ഇരിക്കുന്നുണ്ട് രാധ. ടെൻഷനോടെ മേഘനാഥനെ പറ്റി ചിന്തിക്കുന്നു. ഇന്നത്തെ ദിവസം ഉണ്ടായ സംഭവങ്ങളെല്ലാം രാധ ആലോചിക്കുന്നുണ്ട്, വളരെ ടെൻഷനോടെ തന്നെ. ഇപ്പോൾ മേഘനാഥന്റെ അടുക്കൽ നിന്നും ഒരു പരുവത്തിൽ രക്ഷപ്പെട്ടു. എന്നാൽ എപ്പോഴും ഇത് സാധിക്കില്ലല്ലോ. ആ സമയത്താണ് സീതമ്മ അവിടേക്ക് വരുന്നത്. സീതമ്മ പുറകിൽ കൂടി വന്ന് രാധയുടെ തോളിൽ പിടിച്ചതും മേഘനാഥൻ തന്റെ തോളിൽ പിടിക്കുന്നത് പോലെ രാധയ്ക്ക് തോന്നുന്നു. ഒരു ഞെട്ടലോടെ ചാടി എണീക്കുകയാണ് രാധ. സീതമ്മയെ കണ്ടപ്പോഴാണ് രാധയ്ക്ക് സമാധാനമാകുന്നത്. എന്താടി, ഭയന്നു പോയോ നീ എന്ന് സീതമ്മ ചോദിക്കുന്നു. സാരമില്ല എന്ന് രാധ. തലവേദന കാരണം ഞാനൊന്ന് കിടന്നു പോയതാണ്, ഒന്ന് മയങ്ങിപ്പോയി, നിന്നെ കാണാഞ്ഞിട്ട് കേറി വന്നതാ. ഇപ്പോഴും നിന്റെ നെഞ്ചി പടപട ഇടിക്കുന്നുണ്ടല്ലോ, നീ ആദ്യം മനസ്സമാധാനത്തോടെ ഒന്ന് ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് രാധയെ സീതമ്മ അവിടെ ഇരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുന്നു. ഇതിൽ നിന്ന് നീ പതറിപ്പോവരുത്. ഈ പ്രത്യേക സമയത്ത് നിങ്ങൾ ഓരോ പെൺകുട്ടികളും ഓരോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകണം എന്നായിരിക്കും ഈശ്വര നിശ്ചയം. ഇവിടെ തളരാതെ പിടിച്ചു നിൽക്കാൻ മാത്രമേ ഉള്ളൂ നിവൃത്തി. രാധ പറയുന്നു, അച്ഛൻ ഉണ്ടായിരുന്നപ്പോ, സുഭദ്രാമ ഉണ്ടായിരുന്നപ്പോ ഈ ലോകത്ത് ഞങ്ങളോളം ഭാഗ്യവതികളായി വേറെ ആരും ഉണ്ടായിരുന്നില്ല സീതമ്മേ. ഞങ്ങൾ പൂർണ്ണ സുരക്ഷിതരായിരുന്നു. അച്ഛൻ പോയപ്പോ ഒരു വശത്തെ ചിറകരിഞ്ഞതുപോലെയായി. സുഭദ്രാമ കൂടി പോയപ്പോ തകർച്ച പൂർത്തിയായി എന്ന് തന്നെ പറയാം എന്ന് കരഞ്ഞുകൊണ്ട് രാധ പറഞ്ഞതും സീതമ്മ പറയുന്നു, സുഭദ്ര എങ്ങും പോയിട്ടില്ലല്ലോ അഞ്ജലി. രൂപ മാത്രമല്ല, അവരുടെ കാരുണ്യം, ധൈര്യം, ആത്മവിശ്വാസം ഒക്കെ നിനക്ക് തന്നിട്ടുണ്ടെന്ന് വേണം നീ വിശ്വസിക്കാൻ. രാധ പറയുന്നു, അതെനിക്കറിയാം സീതമ്മേ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പിടിച്ചു നിൽക്കാൻ സാധിച്ചത് എന്നെ പറഞ്ഞ് ബെഡിലേക്ക് ഇരുന്ന് വീണ്ടും വിഷമത്തോടെ തന്നെ രാധ പറയുന്നു, പക്ഷേ ഇന്നത്തെ സംഭവം അത് എന്നെ അടിമുടി ഉലച്ച് കളഞ്ഞിരിക്കുകയാണ്. ആ രാക്ഷസന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് രാത്രിക്കപ്പുറം ഞാൻ ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല. നടന്നത് ഒരു താൽക്കാലിക രക്ഷപ്പെടൽ മാത്രമാണ്. ഇനി അയാളെ കണ്ടുമുട്ടേണ്ടി വരില്ല എന്ന ഒരു ഉറപ്പുമില്ല എനിക്ക്. സീതമ്മയും അരികിലിരിക്കുന്നു, സമാധാനിപ്പിക്കുന്നുണ്ട്. മനസ്സിലായി, ഇന്നത്തെ ഭാഗ്യം എപ്പോഴും തുണയ്ക്കണമെന്നില്ല, ശക്തമായ ഒരു സംരക്ഷണം തന്നെയാണ് ഇപ്പോൾ നിനക്ക് ആവശ്യം. പ്രസാദിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, നിനക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കേട്ട് രാധ പറയുന്നുണ്ട്, വേണ്ട സീതമ്മേ, അത് വേണ്ട, എന്തും ചെയ്യാത്ത ദുഷ്ടനാണ് അദ്ദേഹം, ആ മേഘനാഥൻ. ഞാനായിട്ട് പ്രസാദേട്ടനെ കൊലയ്ക്ക് കൊടുക്കാൻ പാടില്ല. ഈ സമയം കൃഷ്ണൻ അതുവഴി വരുന്നുണ്ട്. രാധ പറയുന്നു, എന്ത് സംഭവിച്ചാലും അത് പ്രസാദേട്ടൻ അറിയാൻ പാടില്ലെന്നാ എന്റെ തീരുമാനം. അഞ്ജലി എന്ന് വിളിക്കുന്നുണ്ട് കൃഷ്ണൻ. പെട്ടെന്ന് രണ്ടുപേരും ചാടി എണീറ്റു. ടെൻഷനുണ്ട് രണ്ടുപേരുടെയും മുഖത്ത്. അപ്പൊ എന്ത് സംഭവിച്ചാലും ഞാൻ അറിയാത്ത കാര്യങ്ങളുണ്ട് തന്റെ ജീവിതത്തിൽ. ആത്മാർത്ഥതയും വിശ്വസ്തതയും സത്യസന്ധതയും വേണ്ടുവോളമുള്ള ആളായിട്ടാണ് ഞാൻ അഞ്ജലിയെ കണ്ടിരുന്നത്. പക്ഷെ ഇയാൾ എന്നാൽ അങ്ങനെ അല്ലെന്ന് എനിക്ക് മനസ്സിലായി എന്നെ കൃഷ്ണൻ പറഞ്ഞതും രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. സീതയും രാധയും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.